ഇന്ന് 4 മണി പലഹാരമായിട്ട് നമുക്ക് ചക്കപ്പഴം കൊണ്ടുള്ള ഒരു ഓറോട്ടി വയ്ക്കാം. അതീവ രുചികരമാണ്. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടും. ഒരു ഒറോട്ടിയൊന്നും കുട്ടികൾ നിർത്തത്തില്ല എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് അരിയുടെ കണക്ക് പറയുകയാണെങ്കിൽ പുഴുക്കലരിയാണ് ഇതിനാവശ്യം. പുഴുക്കലരി അത് മസ്റ്റാണ്. പുഴുക്കലരിയിൽ ഞാനിവിടെ ഇഡ്ഡലി റൈസാണ് എടുത്തത്. ഇഡ്ഡലി റൈസോ ഇല്ല ചമ്പാവരിയോ നിങ്ങൾ ചോറിന് ഉപയോഗിക്കുന്ന ഏതരി, അതിൽ 1 കപ്പിന് ഒരു 1.5 കപ്പ് വളരെ കുഞ്ഞായിട്ട് നുറുക്കിയ ചക്ക, അതാണ് ആവശ്യം. ഇത് രണ്ടും കൂടെ മിക്സിയിലോട്ടിട്ട് കുറേശ്ശെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ഇട്ട് മിക്സിയിലോട്ടിട്ടിട്ട് നാട്ടു ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒറോട്ടി ആയതുകൊണ്ട് നമുക്ക് പാനിയൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ആ പൊടിയിട്ട് അല്ലെങ്കിൽ ശർക്കര ചെത്തിയും ഇടാം. കല്ലും മണ്ണുമില്ലാത്ത ശർക്കര നോക്കി വാങ്ങണമെന്ന് മാത്രം. അത് ചെത്തി ഇടുകയാണ് വേണ്ടത്. എന്നിട്ട് ദോശക്കല്ല് നിറച്ച് നല്ലെണ്ണ പുരട്ടി, കാരണം ചക്കയുണ്ട് ഒട്ടും പുരട്ടിയിട്ട് അതിൽ ഈ കൈ കൊണ്ട് ഉരട്ടിക്ക് പരത്തുന്ന പോലെ ഈ മാവ് പരത്തിയിട്ട് തേങ്ങയും വിതറി നല്ല ചുമന്ന് വരുന്നത് വരെ കരിയാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ കൂട്ടി കൂടുതലും സിമ്മിലിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം തീ കൂട്ടി ഇങ്ങനെ ചുമക്കെടുക്കണം. വളരെ രുചികരമാണ്. വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്ക് വിശക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ചെയ്ത് മാവ് ഉണ്ടാക്കി വെച്ചിരുന്നാലും ചുട്ടു കൊടുക്കാവുന്നതാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക.